ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പുറത്ത് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം വെച്ചിട്ട് പുറത്ത് പോവുകയാണേ. അപ്പോൾ ചുമ്മാ ഒന്ന് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുക്കാമെന്ന് തോന്നി, അപ്പോൾ എടുത്തു. പിന്നെ ഞങ്ങളിതിൽ കുറച്ച് പെരുന്നാളിൻ്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിലിടുന്നുണ്ട്. പിന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു പെരുന്നാൾ അവരൊരു ഇതൊക്കെ, പിന്നെ ഒരു പൂരത്തിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട് അങ്ങനെ ആഡ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് ഒരു വീഡിയോ. അപ്പം ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി വരുമ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ പോയി വരുന്നതോട് കൂടിയിട്ട് ഞാൻ പറയാം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ടാൽ പോലെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് നല്ല കൊടി ഇങ്ങനെ കണ്ടത്. അപ്പം ഞങ്ങൾ അതൊക്കെ കുറച്ചിങ്ങനെ എടുത്ത് നല്ല സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ താലമൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് രസത്തിലങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ പോയി വരുമ്പോൾ സാധനങ്ങളൊക്കെ പോയി മേടിച്ച് വരുമ്പോൾ നല്ല മഴ വെച്ചാൽ നല്ല മഴ, നല്ല കാറ്റും. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ഇടിയും മിന്നലൊക്കെ ആയി. അപ്പം വീടൊക്കെ എത്താനായി. നല്ല മഴ വെച്ചാൽ നല്ല മഴയായി. പിന്നെ ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയല്ലേ, അപ്പോൾ ചൂട്ടോട് കൂടി എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ചിക്കൻ മേടിച്ചിട്ട് പോയിട്ടാ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരം കയറി നിന്നു, നല്ല മഴയല്ലേ, അപ്പം നനയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ കയറി നിൽക്കുക. അപ്പം ഇങ്ങനെ തോരാണ്ട് ഇങ്ങനെ നിൽക്കണം കുറേ മഴകൾ. മിന്നലും ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കയറി നിന്നതാ. നല്ല മിന്നലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ചിക്കൻ കൊണ്ട് അൽഫാം ഉണ്ടാക്കാനൊരു പൂതി. കടയിൽ നിന്നാണെങ്കിൽ മേടിക്കാൻ പോകാൻ നല്ല മഴയല്ലേ, അപ്പോൾ അൽഫാം ഉണ്ടാക്കാനൊരു പൂതിയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ നിന്നതാണേ. അതിലേക്ക് ആവശ്യമായ മസാലകളാണ് മല്ലി, പെരിഞ്ജീരകം, ഉണക്കമുളക്, പിന്നെ അതിലേക്ക് മസാലകൾക്ക് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ കേട്ടോ. പിന്നെ ഒരു സവാള, പിന്നെ തക്കാളി, പിന്നെ കുറച്ച് മല്ലിയിലയും വേണം, പുതിനയും വേണം കേട്ടോ. മസാല ആക്കിയാലും അതിലേക്ക് ഇങ്ങനെ മസാല വരട്ടി വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വറുത്ത് വെച്ചതാണ്. വറുത്ത് വെച്ചത് അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഈ മല്ലിയിലയും കൂടിയാണ്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനതിട്ടു. പിന്നെ കുറച്ച് തൈര്, നല്ല പുളിയുള്ള തൈരാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ വെള്ളത്തിന് പകരം ഞാൻ തൈര് ഒഴിച്ചു. പിന്നെ വേറെ വെള്ളം ഒഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അത് മിക്സിയിലിട്ട് അരച്ച ആ മസാലയും ഇട്ടത്. അപ്പം നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഒരു ട്രൈ. പിന്നെ ഞാനൊരു മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമാണ്, അതിന് പ്രത്യേക ഒരു ഫ്ലേവറല്ലേ. അപ്പോൾ വേണ്ടവർക്കിടാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പാകത്തിന് ഉപ്പിട്ടിട്ട് നല്ല മിക്സ് ചെയ്യാം കേട്ടോ. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം, എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇടാം. പിന്നെ കുറച്ച് ഓയിൽ, അധികം ഓയിൽ വേണ്ട, ഗ്രില്ല് ചെയ്യണതൊന്നല്ല, അതുകൊണ്ടാണ് ഓയിൽ ഇടുന്നത്. നമുക്ക് വീട്ടിൽ ആയാലും നമുക്ക് അൽഫാമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. ഓവനില്ലാത്തവർക്കും ഗ്രില്ല് ചെയ്യാത്തവർക്കൊക്കെ ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ അടുപ്പുമ്മൽ ചെയ്യണതല്ലേ, ഗ്യാസുമ്മ ചെയ്യണതല്ലേ, അപ്പോൾ കുറച്ച് ഓയിലാവാം. അങ്ങനെ കഴുകി വൃത്തിയാക്കിയിരുന്ന ചിക്കനിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ടാണ് ഒരു 3-4 മണിക്കൂറോളം ഇത് നല്ലോണം ഇത് മസാല പിടിക്കാൻ വേണ്ടി വെച്ചാൽ
ഏറ്റവും നല്ലത്. കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് വരും, ഉള്ളിലേക്ക് നല്ല മസാല ചെല്ലും. അങ്ങനെ ചെയ്താൽ പിന്നെ എല്ലാവരൊക്കെ ചെയ്ത് നോക്കണതായിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം കേട്ടോ. നമ്മൾ ഗ്രില്ലുമ്മലൊന്നല്ല ചെയ്യണം, ഓവനിലൊന്നല്ലല്ലോ ചെയ്യണം. ഓവനിലാണെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് വരില്ല. അതിൽ വെച്ച് അങ്ങോട്ട് മറിച്ച് ഒരു ടൈമിങ് ഫിക്സ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളൊക്കെ വേവണ്ടേ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം മസാല ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം പെരി പെരി അൽഫാമല്ലേ, അപ്പോൾ അതിലേക്ക് ടൊമാറ്റോ സോസും കുറച്ച് ഉപ്പും ചില്ലി ഫ്ലേക്സും കൂടിയിട്ട് അതിൽ മസാല വട്ടി കൊടുക്കണം കേട്ടോ. അതൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അതിനൊരു ടേസ്റ്റ് വേറെ വ്യത്യാസം വരും, നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് അത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് അറിയാം, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ അത് എല്ലാ ഭാഗത്തും സൈഡിലും അപ്പുറത്തെ സൈഡിലൊക്കെ ആക്കണ്ടേ. അപ്പം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു, അപ്പുറത്തേക്കും തിരിച്ചിട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് അവിടെയും ഡിപ്പ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം പിന്നെ പൊരിച്ച് കോരി എടുക്കാൻ കേട്ടോ. വീട്ടിലുണ്ടാക്കിയ വേറൊരു ടേസ്റ്റ്, കടയിലുണ്ടാക്കിയാൽ വേറൊരു ടേസ്റ്റ്. ഗ്രില്ലല്ലേ ചെയ്യണേ. ഇതൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു. നല്ല ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ചെയ്യണത്. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ, പിച്ചണ നോക്കും കാണാലും നല്ലോണം വെന്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.